ഗൈസ്, ഫ്ലിപ്കാർട്ട് ആദ്യമായിട്ട് ഗോട്ട് സെയിൽ നടത്താൻ പോവുക. ഈ ഗോട്ടല്ല, ഗോട്ട് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈംസ്. നിങ്ങൾ ആ പേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ സാധനങ്ങൾക്ക് ഇഷ്ടം പോലെ ഓഫേഴ്സ് അവിടെ കാണും. പക്ഷേ അതിൽ സത്യത്തിൽ ഏതിനൊക്കെയാണ് അത്യാവശ്യം നല്ലൊരു ഡീല് കിട്ടുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങളുടെ പ്ലസ് മെമ്പർ ആണെങ്കിൽ 19-ാം തീയതി, അല്ലാത്തവർക്ക് 20-ാം തീയതി തൊട്ട് 25-ാം തീയതി വരെയാണ് ഒരു ഗോട്ട് സെയിൽ. ഗോട്ട് സെയിൽ എന്ന് പറയുമ്പോൾ എനിക്ക് ആട് സിനിമ ഓർമ്മ പറഞ്ഞു. സിനിമയുടെ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾ ടി വി നോക്കുന്നുണ്ടോ? സ്മാർട്ട് ടി വി ഓഫർ ലൈറ്റും താപിടിച്ചു. സോണി ബ്രാവിയ X7 4ൽ 65 ഇഞ്ചിന്റെ ഒരു 4K ടി വി. ടിവിയിൽ അത്യാവശ്യം നല്ല പേര് കേട്ടിട്ടുള്ള ഒരു ബ്രാൻഡ് തന്നെയാണ് ഈ സോണി. പക്ഷേ ഇതിന്റെ വില കേട്ട് കഴിഞ്ഞാലാണ് ആൾക്കാർ ഓടുന്നത്. 1,30,000 രൂപ കൊടുത്തിട്ടൊരു ടി വി മേടിക്കാനോ? എന്നാൽ 65,000 രൂപയ്ക്ക് താഴെ ഈ ടി വി വരുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഓഫർ പറഞ്ഞത്. പ്ലേ സ്റ്റേഷൻ 5-ക്കുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. ഓപ്പൺ ബാഫിൾ സ്പീക്കേഴ്സ്, മോഷൻ ഫ്ലോ XR, ആംബിയന്റ് ഒപ്റ്റിമൈസേഷൻ, ഇത്തരത്തിലുള്ള ഫീച്ചേഴ്സും കൂടാതെ ഈ സമയത്ത് വാങ്ങിച്ച 2 വർഷത്തേക്കുള്ള ഫ്രീ എക്സ്റ്റൻഡഡ് വാറന്റി. ഞാൻ ഈ വില കൂടി ടി വി ഒക്കെ മറിഞ്ഞു വീണ് കഴിഞ്ഞാൽ അറിയാലോ, കാശ് കീശന്ന് പോകുന്ന അറിയില്ല. അതുകൊണ്ട് ഒരു ആക്സിഡന്റൽ ഡാമേജ് കവറും ഇതൊക്കെ ഈ സെയിലിൽ വാങ്ങിച്ചാൽ കിട്ടും. പഴയ ടി വി ഇരിപ്പുണ്ടെങ്കിൽ 8,200 രൂപ വരെ നിങ്ങൾക്ക് എക്സ്ചേഞ്ചും കിട്ടും. സോ നല്ലൊരു ഡീലാണ്. നിങ്ങൾ ഈ മോളിലൊക്കെ പോകുമ്പോൾ ചില ടി വികൾ കാണുമ്പോൾ അമ്പോ എന്ന് പറഞ്ഞ് വായും പൊളിച്ചിരിക്കാറില്ല. അതിൽ 90% നിങ്ങൾ കാണുന്ന ടി വികളും OLED ടി വി ആയിരിക്കും. അതായത് ഫോണിൽ AMOLED ഇല്ലേ, അതേപോലെ ടി വിയിൽ OLED ബ്ലാക്ക് ഒക്കെ ബ്ലാക്ക് ആയിരിക്കും. പക്ഷെ OLED ടി വിക്കുള്ള പ്രശ്നവും പൈസ. LGയുടെ A3 സീരീസ് ഒരു OLED ടി വി ഉണ്ട്, 55 ഇഞ്ചിന്റെ സ്മാർട്ട് ടി വി ആണ്. ഭയങ്കര സ്ലിമ്മാണ്. അതിനകത്ത് AI അപ്സ്കെയിലിംഗ് ഉണ്ട്, ഡൈനാമിക് ടോൺ മാപ്പിംഗ്, ട്രൂ സിനിമ അപ്സ്കെയിലിംഗ് ആൻഡ് OLED ആയതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ ഇൻഫിനിറ്റ് കോൺട്രാസ്റ്റ് ആയിരിക്കും. 1.4 ലക്ഷത്തിന്റെ ടി വി ആണ്. ഈ ഗോട്ട് സെയിൽ നിങ്ങൾക്ക് 80,000 രൂപയ്ക്ക് താഴെ കിട്ടും. 80,000 റുപ്പീസിന് താഴെ. ഇത് മാത്രമല്ല, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ 2 ഇയറിന്റെ ഫ്രീ ആയിട്ടുള്ള എക്സ്റ്റൻഡഡ് വാറന്റി, അതും കിട്ടുന്നുണ്ട്. ആക്സിഡന്റൽ ഡാമേജ് കവറും കിട്ടുന്നുണ്ട്. ആൻഡ് വീട്ടിൽ പഴയ ടി വി ഇരിപ്പുണ്ടെങ്കിൽ എന്തായാലും എക്സ്ചേഞ്ചിന് കൊടുത്തു 10,000 റുപ്പീസ് വരെ കിട്ടും. സോ ഒരു 70K OLED ടി വി കിട്ടാന്ന് പറഞ്ഞാൽ അത് അടിപൊളി ടി വി. ഇനി എൻ്റെ വീട്ടിൽ ഞാൻ യൂസ് ചെയ്യുന്നത് ഏത് ബ്രാൻഡ് ടി വി ആണെന്ന് വെച്ചാൽ ഹൈസെൻസ് എന്ന് പറഞ്ഞ ബ്രാൻഡ് ടി വി. ആ ബ്രാൻഡിന്റെ Q6N എന്ന് പറഞ്ഞ വേറെ ടി വി ഉണ്ട്. അത് 65 ഇഞ്ചിന്റെ QLED ടി വി. യെസ്, 4K. ഇത് ഒരു AI ടി വി എന്ന് വേണമെങ്കിൽ വിളിക്കാം. കാരണം ഇത് ഗൂഗിൾ ടി വി ആണെങ്കിൽ AI അപ്സ്കെയിലിംഗ് വരുന്നുണ്ട്, AI അഡാപ്റ്റീവ് ട്രൂ ഡെപ്ത് വരുന്നുണ്ട്, AI സ്പോർട്സ് മോഡ് വരുന്നുണ്ട്, പിക്സൽ ട്യൂണിങ്, സ്മൂത്ത് മോഷൻ. ഇതൊക്കെ 70,000 രൂപയ്ക്ക് താഴെ കിട്ടും. യെസ്, 65 ഇഞ്ചിന്റെ QLED 4K AI ടി വി. അതെ, 2 ഇയറിന് ഫ്രീ എക്സ്റ്റൻഡ് വാറന്റിയും കിട്ടുന്നുണ്ട്. പഴയ ടി വി കൊണ്ടുപോയി കൊടുത്താൽ 10,000 രൂപ എക്സ്ചേഞ്ചും കിട്ടും. ലാസ്റ്റ് ഡേ ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായി, ഒരു വാക്യൂം ക്ലീനറിനെ പറ്റി. എൻ്റെ വീട്ടിലുണ്ട്. അത് ഈ ഒരു IR കാണുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ള കുറച്ച് ആൾക്കാരെ കണ്ടിട്ടുണ്ടാവുള്ളൂ. പക്ഷെ അതിൽ ഞാൻ കാണിച്ചത് ഇക്കോവാക്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഡീബോട്ട് എന്ന് പറഞ്ഞ ഒരു റോബോട്ടിക് വാക്യൂം ക്ലീനറാണ്. എൻ്റെ ഉള്ളത് പഴയ മോഡലാണ്. പുതിയൊരു സാധനം വന്നിട്ടുണ്ട് അവരുടെ. എന്താ ഡീബോട്ട് Y1 Pro എന്നാണ് എൻ്റെ പേര്. ഇത് സംഭവം കിടുവായിട്ടാണ്. ഞാൻ മിക്കവാറും എൻ്റെ ഉള്ളത് മാറ്റിയിട്ട് അത് വാങ്ങിക്കും. 6,500 പാസ്കലിന്റെ പ്രഷറിൽ സക്ക് ചെയ്യും. വൈഫൈ ഉണ്ട്, ഗൂഗിൾ അസിസ്റ്റന്റ്, അലക്സ വെച്ചിട്ടൊക്കെ പറഞ്ഞാൽ ക്ലീൻ ആക്കി തരും വീട്. ഞാൻ ഒറ്റ ചാർജിൽ 320 മിനിറ്റ് ഓടാൻ പറ്റും. ഇത്രയും വലിയ റൺ ടൈം ഉള്ള സാധനം ഞാൻ കുറേ നാളായിട്ടൊരു പല്ലിയല്ലേ പോകുന്നത്. അപ്പോൾ എന്നാലും ഞാൻ അത് വാങ്ങിക്കണോ വേണ്ടതെന്ന് ചിന്തിക്കാൻ കാരണം എൻ്റെ പ്രൈസ് 59,990 രൂപയാണ്. ഇത്രയും കാശ് മുടക്കി മേടിക്കണോ എന്ന് വിചാരിച്ചപ്പോഴേ ഈ സെയിലിൽ ഇതിന് 50% ഓഫർ വരുന്നുണ്ട്. സോ 50% ഓഫറിൽ ആ സാധനം കിട്ടുവാണെങ്കിൽ ഞാൻ പോകും. അതിന് പഴയ സാധനം ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഏകദേശം 3,470 രൂപ എക്സ്ചേഞ്ചും കിട്ടും. പിന്നെ ലാഭം. ഇനി ഈ സെയിലിൽ വരാൻ പോകുന്ന ഞാൻ കണ്ട നല്ലൊരു ഡീല് നമ്മുടെ LGയുടെ ഫ്രിഡ്ജില്ലേ, ഇത് 2 സൈഡ് നമ്മൾ അലമാര പോലെ തുറക്കുന്ന സൈഡ് ബൈ സൈഡ്. ചെറുപ്പത്തിൽ നമ്മൾ ഈ അപ്ലയൻസ് സെക്ഷനിലൊക്കെ പോകുമ്പോൾ ഈ ഫ്രിഡ്ജിൻ്റെ സെക്ഷൻ്റെ ഇടയിൽ ഓടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെ എവിടെയും കാണില്ല. എന്നാൽ ആ സമയത്ത് ഈ രസകരമായിട്ടുള്ള സാധനം, ഈ ഡബിൾ ഡോർ ഫ്രിഡ്ജ്, ഇതൊക്കെ നമ്മുടെ വീട്ടിലില്ലല്ലോ. ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് അമ്പോ കൊള്ളാന്ന് പറയും നോക്കിയിരിക്കും. പക്ഷെ വാങ്ങിക്കാൻ പറ്റില്ല, ഭയങ്കര വില. ഞാൻ ഈ പറഞ്ഞ LGയുടെ സൈഡ് ബൈ സൈഡ് ഫ്രിഡ്ജ് 655 ലിറ്ററിൻ്റെയാണ്. മറ്റേ ഫ്രോസ്റ്റ് ഫ്രീ, എക്സ്പ്രസ് ഫ്രീസിംഗ്, ഒപ്റ്റിമൽ ടെമ്പറേച്ചർ മെയിൻ്റനൻസ്, മൾട്ടി എയർ ഫ്ലോ ഒക്കെ ഉള്ള 1,10,399 രൂപ MRP ഉള്ള സാധനം. ഈ സാധനം ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കുമെന്നറിയില്ല 70,000 രൂപയ്ക്ക് താഴെ വരുന്നുണ്ട്. അവിടെ 70,000 റുപ്പീസിന് താഴെ വരുന്നുണ്ട്. പഴയ ഫ്രിഡ്ജ് എന്തായാലും വീട്ടിലിരിപ്പുണ്ടെങ്കിൽ അത് എക്സ്ചേഞ്ച് അടിച്ചു. എക്സ്ചേഞ്ച് നല്ല ഓഫർ വരുന്നുണ്ട്. LGയുടെ കാര്യം പറഞ്ഞപ്പോൾ നമ്മുടെ വാഷിംഗ് മെഷീൻ ഇല്ലേ, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾക്ക് പൊതുവേ പൈസ കൂടുതലാണ്. LGയുടെ 8 kg 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഫ്രണ്ട് ലോഡ് ഫുള്ളി ഓട്ടോമാറ്റിക് ഹീറ്ററിലൊരു വാഷിംഗ് മെഷീൻ. ഞാൻ ഹീറ്ററിൽ നോക്കി വെച്ചേക്കായിരുന്നു. മഴക്കാലത്ത് തുണി ഉണങ്ങില്ല. അതേപോലെ നമ്മൾ മഴ നനഞ്ഞ് വീട്ടിൽ വരുമ്പോൾ ഡ്രസ്സൊക്കെ നനഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് ഇടുമ്പോൾ അതിനകത്ത് കുറേ അലർജൻറ്റും വൈറസൊക്കെ ഉണ്ടാവും. ഈ ഹീറ്ററുള്ള വാഷിംഗ് മെഷീൻ്റെ ഗുണമെന്ന് വെച്ചാൽ ഈ ചൂടുവെള്ളത്തിലാണ് വാഷ് ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് ഇതൊക്കെ കളയും. 99% അലർജൻസും വൈറസിനൊക്കെ കളയും. ഈ വാഷിംഗ് മെഷീനിൽ ടച്ച് പാനലാണ് വരുന്നത്. സ്റ്റീം ഉണ്ട്. യെസ്, ആവി അടുപ്പിച്ച് ഉള്ള പരിപാടിയുണ്ട്. ആൻഡ് കമ്പാരിറ്റീവ്ലി നോയ്സ് കുറവാണെന്നും പറയുന്നു. 47,990 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. ബട്ട് ഓഫറിൽ 35,000 രൂപയ്ക്ക് താഴെ.
യെസ്, ആൻഡ് എക്സ്ചേഞ്ച് ഓഫർ ഒബ്വിയസ്ലി ഉണ്ട്. നമ്മുടെ വീട്ടിൽ എന്തൊക്കെ പറഞ്ഞാലും അമ്മമാരൊക്കെ ഈ വെള്ളം തിളപ്പിക്കാണ്ട് കുടിക്കില്ല. കാരണം സിസ്റ്റമാറ്റിക്കലി അവരുടെ മേലിൽ തിളപ്പിച്ച വെള്ളം മാത്രമേ കുടിക്കാൻ പാടുള്ളൂ എന്നാണ്. എന്നാൽ ഈ വെറുതെ സമയങ്ങളാണ് വാട്ടർ പ്യൂരിഫയർ ഒന്നും മേടിച്ച് വെച്ചാൽ മതി. എന്നാൽ വാട്ടർ പ്യൂരിഫയർ മേടിക്കാൻ പോകുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ, ഒന്ന് അതിന് വില കൂടുതൽ, 2 സർവീസ്. ഇത് വർഷത്തിൽ ഒരു 6 മാസത്തിലൊരിക്കലൊക്കെ സർവീസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ സർവീസിൻ്റെ കാര്യം മെനക്കേടാണെന്ന് പറഞ്ഞിട്ട് മേടിക്കും. പക്ഷേ ഓഫറുള്ള ഒരു വാട്ടർ പ്യൂരിഫയർ ഞാൻ കണ്ടു. അർബൻ കമ്പനി അറിയാവൂ, അവരുടെ നേറ്റീവ് UC M1 കോപ്പർ. ഈ പ്യൂരിഫയറിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 2 കൊല്ലത്തേക്ക് സർവീസ് ചെയ്യേണ്ട. യെസ്, 2 കൊല്ലത്തേക്ക് സർവീസ് ചെയ്യേണ്ട. ഇത് 10 സ്റ്റേജ് ഫിൽട്രേഷൻ ഉള്ളതാണ്. പ്ലസ് ആൽക്കലൈൻ പ്ലസ് കോപ്പർ വാട്ടർ പ്യൂരിഫയർ. അതായത് പണ്ട് നമ്മൾ വെള്ളം തിളപ്പിച്ചിട്ട് കോപ്പർ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് കുടിക്കൂലേ. 18,999 രൂപയാണ് ഇതിന്റെ MRP വരുന്നത്. പക്ഷേ ഓഫറിലാണ് ഞാൻ പറയില്ലല്ലോ, 40% ഓഫർ പറയുന്നത്. പക്ഷേ ഫ്ലിപ്കാർട്ടിൽ മാത്രമേ ഈ ഓഫർ ഉള്ളൂ, അതൊന്ന് ശ്രദ്ധിക്കും. സോ മൊത്തം സെയിലിൽ എനിക്ക് ഈ കുറച്ച് ഐറ്റംസ് ആണ് കുറച്ചെങ്കിലും വെർത്തി ആയിട്ട് തോന്നിയത്. ബട്ട് ബാക്കിയും കുറേ സാധനങ്ങൾക്ക് ഡീൽസ് ഉണ്ട്, ഫ്ലാഷ് ഡീൽ, അങ്ങനത്തെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട്. പിന്നെ ഒരു ഗുണം, നിങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുന്ന TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ ഈ കാര്യങ്ങളൊന്നും വർക്ക് ചെയ്തില്ലെങ്കിൽ പോലും ഫ്ലിപ്കാർട്ടിൽ നിങ്ങൾക്ക് പൈസ കിട്ടും. മെട്രോ സിറ്റിയിലാണെങ്കിൽ ഒരൊറ്റ ദിവസത്തിൽ ഓപ്പൺ ബോക്സ് ഡെലിവറി, നോ കോസ്റ്റ് EMI, ഒട്ടുമിക്ക സാധനത്തിലുണ്ട്, വീഡിയോ അസിസ്റ്റൻസ് ഉണ്ട്. ലാർജ് അപ്ലയൻസിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ കുറേ സോൾവ് ചെയ്യാനായിട്ട് സിംഗിൾ പോയിന്റ് ഓഫ് കോൺടാക്ട്, പ്രയോറിറ്റി റെസൊല്യൂഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫ്ലിപ്കാർട്ടിൽ കിട്ടുന്നുണ്ട്. വിഷ് ലിസ്റ്റ് ചെയ്യാൻ എളുപ്പത്തിന് ഞാൻ എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ചെക്ക് ചെയ്ത് നോക്കുക, വേണ്ട സാധനങ്ങൾ വിഷ് ലിസ്റ്റ് ചെയ്ത് വെക്കുക. സോ കോട്ട് സെയിൽ കൊള്ളാം. പുതിയൊരു സെയിൽ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഓഫേഴ്സും വന്നിട്ടുണ്ട്. ഫ്ലിപ്കാർട്ടിൽ മാത്രം കൊള്ളാവുന്ന ഓഫേഴ്സാണ്, മിസ് ചെയ്യേണ്ട.